ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബത്റൂസ് കിച്ചൺ. പതിവ് പോലെ എൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് അടുക്കള വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിലൊന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് അടുക്കളയിലൊക്കെ എത്തിയിട്ടപ്പോൾ തലേ ദിവസം കുറച്ച് ഗ്രീൻ ബീൻസ് വെള്ളത്തിലൊക്കെ ഇട്ടിരുന്നു. അതൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കറി ഉണ്ടാക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ രാവിലത്തെ ചായക്ക് കടിക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം ദോശയ്ക്ക് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയും കടലക്കറിയാണ് കേട്ടോ രാവിലത്തെ സ്പെഷ്യൽ. അങ്ങനെ കുക്കറിൽ ആദ്യം തന്നെ ഞാനിതാ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ചായ ഉണ്ടാക്കാനൊക്കെ നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ കിഴങ്ങും സബോളയൊക്കെ എടുത്തൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് മുറിച്ച് വെക്കണം. ആദ്യം കടല ഒരു വിസിലിട്ടിട്ട് വേവിക്കണ്ട. അങ്ങനെ ഒരു വിസിലിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നെ ഞാൻ സബോളയും തക്കാളിയും കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുക. പലരും പല രീതിയിലാണല്ലോ കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ചിലരും ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഇടില്ല. ഞാൻ വഴറ്റിയിട്ടൊന്നും ഇടില്ല കേട്ടോ. ഈ കടല വെന്തുടനെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കിഴങ്ങ്, തക്കാളി, സബോള അങ്ങനെ അതെല്ലാം ഇട്ടിട്ടാണ് പിന്നെ ഞാൻ കറിയൊക്കെ ആക്കി പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചു കൊടുക്കും. അങ്ങനെ 2 കിഴങ്ങൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചായയൊക്കെ ഇടുക. പിന്നെ ഇതൊക്കെ കിഴങ്ങൊക്കെ മുറിച്ച് വെച്ചിട്ട് പിന്നെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതിന് ശേഷം എന്താ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ തലേ ദിവസം കുറച്ച് നെയ്യ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ പാൽപ്പാടയിൽ നിന്ന്. അപ്പോൾ അതിൽ കുറച്ച് പാൽപ്പാട മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളതിനെയും കൂടിയിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊന്ന് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി ഉരുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ കിഴങ്ങ്, സബോള, തക്കാളി, പച്ചമുളക് മുറിച്ചതൊക്കെ ഞാൻ എന്താ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്തെ അടുപ്പിൽ ആ നെയ്യൊക്കെ ഒന്ന് പാൽപ്പാടിയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നു വെച്ചിട്ടാണ്. അങ്ങനെ കറിക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കറിയും ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള ചായയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് മുൻഭാഗത്ത് വന്നിട്ട് അപ്പോൾ രാവിലെ തന്നെ വല്ലാത്തൊരു വയറ് കാളിച്ചാട്ട. അപ്പോൾ 2 ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ. ചായൻ്റെ ഇപ്പോൾ ഇതുപോലെ 1-2 ബിസ്ക്കറ്റ് ഒരു റസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പിന്നെ പണിയെടുക്കാനൊക്കെ ഒരു നല്ലൊരു ഉഷാറാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരെണ്ണം കഴിക്കാറുണ്ട്. ചായ കൂടിയൊക്കെ കഴിഞ്ഞതും പിന്നെ പോയിട്ട് തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കറികളൊക്കെ ഒന്ന് തിളച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഈ അരച്ച തേങ്ങ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ സാധാരണ നമ്മൾ കടുകൊക്കെ വറുക്കണ പോലെ അങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ മുളകും ഉള്ളിയും മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്ത് ഒഴിക്കുക തന്നെയാണ്. പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അങ്ങനെ കൂട്ടാനൊക്കെ ഒന്ന് കടുക് വറുത്തൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ദോശച്ചട്ടി വേഗം അടുപ്പത്ത് വെക്കണം. ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കിയ ഞാൻ പിന്നെ അത് ഉച്ചക്കലേക്ക് ചോറിനൊക്കെ ഞാൻ ഈ കറി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും ഞങ്ങൾക്ക് ഈ കറി തന്നെയാണ്. അങ്ങനെ ഇത് ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക്. അപ്പോൾ ദോശ അധികം ചുട്ട് വെക്കാറില്ല കേട്ടോ. അവർ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂട്ടോടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നല്ലോണം മുരിച്ചെടുക്കുന്നതാണ് കേട്ടോ അവർക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ നെയ്യൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദോശയിലൊക്കെ ഒഴിച്ചു വീട്ടിലുണ്ടാക്കിയ നെയ്യായതുകൊണ്ടായിരിക്കണം കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ. ദോശയ്ക്കും തന്നെ നെയ്യും തന്നെ കേട്ടോ ഒരു പ്രത്യേക ഒരു മണം തന്നെയാണ്. ഒഴിഞ്ഞ ദോശയും കടലക്കറിയൊക്കെ ആയിട്ട് അങ്ങനെ അവരിതാ കഴിച്ചു കേട്ടോ. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് അവരിതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇപ്പോൾ അവർക്ക് അടുത്ത് അവരുടെ ഒരു ലഞ്ച് ബോക്സ് ഒന്ന് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് ഇതാ കഴിക്കാൻ കൊടുത്തുട്ടോ. പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ചൂടാറാനൊക്കെ വെച്ചിട്ട് ഈ കറി തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് സൊറക്കിയിൽ മുളകിട്ടതാണ് കേട്ടോ. നമ്മുടെ കാന്താരി മുളകുണ്ടല്ലോ അതും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടതാണ്. അതും കൂടി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ബോട്ടിലിൽ കുറച്ച് കറിയൊക്കെ ആക്കിയിട്ട് പിന്നെ അവർക്ക് ഇതാ ബാഗിലൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് വറ്റലാണ് കേട്ടോ. വറ്റൽ പറഞ്ഞ് നമ്മളിങ്ങനെ വറുത്തെടുക്കില്ല കൊണ്ടാട്ടം പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ്. റിങ്സ് പോലുള്ളതാണ് കേട്ടോ. ഇനി കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ അവരിത് സ്കൂളൊക്കെ വിട്ട് വന്നു. അപ്പോൾ അത് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കപ്പലണ്ടിയാണ് കേട്ടോ. 20 രൂപയ്ക്ക് കപ്പലണ്ടിയൊക്കെ മേടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിക്ക് ഇതാ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് രാവിലത്തെ കടലക്കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് തികയില്ല. പിന്നെ ചോറ് വെച്ചാൽ എന്തായാലും ബാക്കിയാവും കേട്ടോ. അപ്പോൾ അയാൻകുട്ടി അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു ഉരുള മാവിന് വേണ്ടി അവൻ വന്ന് നിൽക്കുകയാണ്. ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അവൻ അടുത്ത് വന്ന് നിൽക്കണ്ട. എന്നിട്ട് ഇതൊന്ന് ഒരു ബോൾ എടുത്തിട്ട് ഒരൊറ്റ ഓട്ടമാണ്. അവനും ചപ്പാത്തി വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ
അതാ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്താൻ തുടങ്ങി. അപ്പോൾ മുഴുവൻ പരത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി ചൂടാൻ വേണ്ടി നിൽക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് അപ്പോൾ ഈ വീഡിയോ ഒന്നും ബോറടി ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ കരുതണം. അങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി മോള് മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക തന്നെയാണ് കേട്ടോ. ഇന്നപ്പോൾ ആദ്യം മദ്രസയിലേക്ക് പോയിട്ടില്ല കേട്ടോ. അവൻ അപ്പോൾ ഒന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന് കുളിക്കാൻ നേരം ബാത്റൂമിൽ ചെറുതായിട്ടൊന്ന് തെന്നി വീണു കേട്ടോ. അപ്പോൾ അതിൽ ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു വേദനയുണ്ട്. കാര്യമായിട്ട് പരിക്കൊന്നുമില്ല കേട്ടോ, എന്നാലും ചെറിയൊരു നീരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ മദ്രസയിൽ പറഞ്ഞയച്ചില്ല കേട്ടോ. ഇനി ആ ബാഗൊക്കെ തൂക്കുമ്പോൾ നല്ല വേദനയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവനോട് ലീവ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് അവൻ മദ്രസയിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞതും പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 ചപ്പാത്തി അത്രേ ചുട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചോറും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറ് വെച്ച് എന്തായാലും പിറ്റേ ദിവസത്തേക്ക് അത് ബാക്കിയാവും കേട്ടോ. അതുകൊണ്ടാണ് ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ പിന്നെ കുട്ടികളൊക്കെ അതങ്ങോട്ട് കഴിച്ചോളുമല്ലോ. അങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ടു. അപ്പോൾ ഈ ചപ്പാത്തി ചുടുമ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെയ്യ് കഴിയുന്നവരെ നെയ്യ് വെട്ടിട്ട് ഒരു കളിയും ഇല്ല കേട്ടോ. അതുപോലെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഇതാ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് കേട്ടോ ഞാൻ ആ നെയ്യ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരിക്കൽ കൂടി പറയണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചൂട് ചപ്പാത്തിൻ്റെ മേലെ നമ്മുടെ നാടൻ നെയ്യുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മണമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേക മണം തന്നെയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പുകഴ്ത്തി പറയാണ് എന്നൊക്കെ വിചാരിക്കില്ല. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ തട്ടലും മുട്ടലും കൊട്ടലും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതപ്പോൾ നമ്മളിവിടെ ക്വാർട്ടേഴ്സിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള സൗണ്ടുകളൊക്കെയാണ്. അതൊക്കെ ഈ വോയിസിലൂടെ അങ്ങോട്ട് കലർന്നങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയും നല്ലൊരു ചൂട് കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടാ 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 ഇതാണ് എനിക്ക് എപ്പോഴും വരിക കേട്ടോ. എത്ര അത് മാറ്റാൻ നോക്കിയാലും അത് കഴിയണില്ല. വോയിസ് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നുകൊണ്ടേയിരിക്കും. പരമാവധി ഞാനത് ആ വാക്കുകളൊക്കെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്, എന്നാലും കഴിയുന്നില്ല കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്.